അൽഹലാഖ് സർവകലാശാല ചെയർമാൻ അറസ്റ്റിലായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അതെ അൽഫലാഖ് സർവകലാശാല ചെയർമാൻ അറസ്റ്റിലായി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. കബളിപ്പിക്കൽ കേസിൽ UGC നൽകിയ പരാതിയിലാണ് അറസ്റ്റിന് പിന്നാലെ സിദ്ദിഖിയെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി 4 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിലെ അൽഹലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ആസൂത്രണം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നന്ദഗോപൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. നന്ദഗോപൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അന്ന് തന്നെ ഈ അൽഫല കേന്ദ്രീകരിച്ച് നടന്ന രാജ്യവിരുദ്ധ നീക്കങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ജനം TV തന്നെ അന്ന് ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നന്ദൻ വിവരങ്ങൾ? അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിലായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത അല്ലേ? അതെ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്നാണ് അയാളുടെ പേര്. ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കബളിപ്പിക്കൽ കേസിൽ UGC നൽകിയ പരാതിയിലാണ് അറസ്റ്റ് എന്നുള്ളതാണ്. നന്ദൻ പറയൂ, എങ്ങനെയാണ് വിവരങ്ങൾ? ജവാദ് അഹമ്മദ് സിദ്ദിഖി ഇയാൾ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയുടെ ചെയർമാനാണ്. നേരത്തെ തന്നെ ഈ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇയാൾ ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയാണ്. ഇയാളെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ UGCയുടെ പരാതിയിലാണ് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അനധികൃതമായി കോഴ്സ് നടത്തൽ, പണപ്പിരിവ് നടത്തൽ, പണ ഇടപാടുകളിൽ സുതാര്യ ഇല്ലായ്മ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നൽകിയിരിക്കുന്ന തുകകൾ മറ്റു രീതിയിൽ ചെലവഴിക്കൽ തുടങ്ങിയ പരാതികളിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 2 FIR ഡൽഹി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഈ ജവാദിയെ ഇയാളെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദമായി പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ്. തുടർന്ന് കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഡൽഹിയിലെ ഈ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ട ആക്രമണത്തിന്റെ ആസൂത്രണം എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അന്നു മുതൽ തന്നെ ഈ അൽഫലാഖ് സർവകലാശാല വളരെ സംശയനിഴലിൽ നിൽക്കുന്നതാണ്. തുടർന്ന് വിവിധ വകുപ്പുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, ED, അതേപോലെ തന്നെ NIA അടക്കം അവിടെ പരിശോധന നടത്തിയിരുന്നു. കൂടാതെ ഇൻകം ടാക്സ് അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ അടക്കമുള്ള വ്യക്തികളുടെ വിവരങ്ങളും മറ്റും തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് UGC ഒരു പരാതി കൃത്യമായി ഡൽഹി പോലീസിന് നൽകുകയും ഡൽഹി പോലീസ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ വളരെ കൃത്യമായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി FIR രജിസ്റ്റർ ചെയ്ത് ഇയാളെ തുടരന്വേഷണത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ, അവിടുത്തെ അധ്യാപകരായിരുന്ന ചില ഡോക്ടർമാർ, ഒപ്പം തന്നെ ചില വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ തന്നെ കൃത്യമായ ഇടപെടലിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ NIA, കേസ് അന്വേഷിക്കുന്ന NIA കണ്ടെത്തിയത്. തുടർന്ന് ഈ അൽഫലാഖ് സർവകലാശാലയിൽ നിരവധി പരിശോധനകൾ പലതവണയായി നടന്നു. അൽഫലാഖ് സർവകലാശാലയിലെ ഒരു സ്ത്രീ അടക്കമുള്ള ജീവനക്കാർ ഈ സ്ഫോടനത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ മൊഡ്യൂളായി ഇവർ ഈ അൽഫലാഖ് സർവകലാശാലയിലെ ചില ജീവനക്കാർ പ്രവർത്തിച്ചിരുന്നു. അൽഫലാഖ് സർവകലാശാലയിലെ ചെയർമാൻ അറസ്റ്റിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.